السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله أي الصدقة أعظم أجرا؟ قال أن تصدق وأنت صحيح شحيح تخشى الفقر وتأمل الغنى ولا تحمل إذا بلعت الحلقوم. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവസരങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് മരണം എന്നുള്ള അവസരം. ആഴ്ചയിൽ ഞാൻ നിങ്ങളൊക്കെ ഓതുന്നതും കേൾക്കുന്നതുമായ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഒരു വേള എന്തിനാണ് ഇപ്പോൾ റസൂലുള്ള ഖുർആനിൽ മറ്റു 114 സൂറത്തുകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്, ഇതന്നെ ഇങ്ങനെ ആവർത്തിച്ചു ഓതുന്നുണ്ട്. ചില ആൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഇയാൾക്ക് എന്നും അന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ ഓർമ്മ ഉണ്ടായപ്പോഴാ ആ ആയത്തും സൂറത്തും കേൾക്കുമ്പോഴാണ്. അത് വെള്ളിയാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ളത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ചില പൊരുളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 63-ാമത്തെ സൂറത്തുൽ മുനാഫിഖൂൻ. അതിലെ 10ഉം 11ഉം ആയത്തിലൊക്കെ നമുക്കറിയാം മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്നല്ല, നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നതല്ല. ഭൂമിയിൽ അനന്തരമായി കിട്ടിയതാണെങ്കിൽ പോലും അതിൻ്റെ അവകാശി ആരാ? അതിൻ്റെ ഔദാര്യവാൻ ആരാ? അള്ളാഹുവാണ്. അത് നിങ്ങൾ നിർവഹിക്കണം. ആ സമയം ഏകദേശം മരണത്തിന്റെ തണുപ്പ് ഇങ്ങനെ നെഞ്ചും കഴിഞ്ഞ് ചങ്കിന്റെ കൂട് വരെ തീർന്നിന് തലയുടെ ഭാഗം മാത്രമേ ചൂടാറാൻ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോന്റെ ഒരു അല്പ സമയം കൂടി, ഒരു അരമണിക്കൂർ എനിക്ക് നീട്ടിത്തന്നാൽ ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്കയും കൊടുക്കാം, സാലിഹുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തുകൊള്ളാം. അരമണിക്കൂർ കൊണ്ട് ആയുഷ്കാലം മുഴുവൻ ചെയ്യാത്ത ഒരുത്തൻ, നമ്മൾ പറയില്ല ആട്ടാൻ മുമ്പ് കൊടുക്കാത്തടങ്ങി ആട്ടിയിട്ട് വരുമ്പോൾ കൊടുക്കുന്നത്. ഇതുപോലെയുള്ളൊരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വേറെ നടത്തിയിട്ടില്ല. ഇനി അല്ലാഹു പറയാം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഏതെങ്കിലും ഒരാളുടെ അവധി അള്ളാഹു അവധി നേരത്തെ തീരുമാനിച്ചു. നമ്മളെയൊക്കെ നാട്ടിലെ മീസാങ്കലിലും മറ്റും മറിച്ചൊക്കെ ഉണ്ടാവും, അതിൽ ഡേറ്റ് ഓഫ് ബർത്തും മറ്റൊക്കെ ആദ്യം എഴുതി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് ഏതാ? ഇവിടുന്ന് പോകാനുള്ള ഡേറ്റാണ്. അത് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, ഒരു സെക്കൻഡ് പോലും പിന്നീട് ബാക്കിയാക്കുകയില്ല. ഇങ്ങനെയുള്ള ജീവിതത്തിനിടയിൽ നിന്ന് നൽകുന്ന ദാനധർമ്മങ്ങൾ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, മഹത്തരമായത്, വലിയ പ്രതിഫലം ലഭിക്കുന്നത് ഏത്? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഒരു മനുഷ്യനാര സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു സദഖ, ഏത് സദഖയാണ് അഅ്ളമു അജ്റൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക, കൂടുതൽ കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തസദ്ദഖ വ അൻത സ്വഹീഹൻ, നീ ആരോഗ്യമുള്ള കാലത്ത് ചെയ്യുമ്പോഴാണ്. വളരെ അറബ് ഭാഷ പറയല്ലേ, കുയിലിക്കിന്റെ കാല് കെട്ടിയിട്ട്, അപ്പോഴല്ല, ആരോഗ്യം ഉണ്ടാകുമ്പോൾ. മാത്രമല്ല ഷഹീഹൻ, അങ്ങേറ്റത്തെ പിശുക്കൻ, ആർത്തി, ആവശ്യക്കാരനായിരിക്കും. ഇതിന് കൊടുത്താൽ അതും നടക്കൂലല്ലോ എന്നൊരു ഘട്ടം വരുമ്പോ തഖ്ഷ അൽ ഫഖർ, ഇനി കൊടുത്താലോ ദാരിദ്ര്യം ഭയപ്പെടുകയും ചെയ്യുക. ആരോഗ്യമുണ്ട്, ആവശ്യമുണ്ട്, അതോടുകൂടി തന്നെ കൊടുത്താൽ ചിലപ്പോ വട്ടപൂജ്യമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അതോടുകൂടി തന്നെ ആയുഷ്കാലത്തിൽ 20 വയസ്സ് മുതൽ 19 വയസ്സ് മുതൽ, അത്രയൊന്നുമില്ല, 17 വയസ്സ് മുതലൊക്കെ മുൻപ് തന്നെ ചുണ്ടിലെ രോമം കറുപ്പിച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് പോയ ആൾക്കാരെ നമ്മളിൽ ഭൂഭൂരിഭാഗവും എന്നിട്ടൊക്കെ വന്നിട്ട് പിന്നീട് കല്യാണം കഴിച്ചു. എന്തിനാ? അത് ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടി, ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരല്പം അഭിവൃദ്ധി ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുണ്ടാക്കിയത്. ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ എത്തുന്നവരെ ബാക്കി വെക്കരുത് കേട്ടോ, അതിനിടയിൽ ചെയ്തു കൊള്ളണം. അങ്ങനെ വന്നാൽ അപ്പൊ നീ പറയും ലിഫുലാനിൻ കഥാ വലിഫുലാനിൻ കഥാ ലിഫുലാനിൻ കഥാ, അയാൾക്ക് ഇത്രയും, മറ്റയാൾക്ക് ഇത്രയും, മോനെ ചെറിയ ആൾക്ക് ഇത്ര, വലിയ ആൾക്ക് ഇത്ര എന്നിങ്ങനെ പറഞ്ഞ് എപ്പോഴാണെന്നറിയോ? അത് ഏകദേശം മുദ്രപത്രത്തിന് ഒപ്പ് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്.
എപ്പോ വാപ്പ മരിക്കാറായി അല്ലെങ്കിൽ ഉമ്മ മരിക്കാറായി, ഇന്നയാൾ മരിക്കാറായി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിന്റെ അവകാശി മാറിപ്പോയിട്ടുണ്ട്. ഇനി മുദ്രപത്രത്തിൽ പവർ ഓഫ് അറ്റോർണിയോ അല്ലെങ്കിൽ മുദ്രപത്രത്തിന്റെ സാങ്കേതികമായ ഈ സ്റ്റാമ്പിങ്ങോ സംവിധാനം ഉപയോഗിച്ച് ചെയ്യൽ മാത്രമേ ബാക്കിയുള്ളൂ. അതിനെന്ത് വേണം? അതിന് എന്താ തടസ്സമുള്ളത്? ഉപ്പാന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് കിട്ടാൻ തടസ്സം എന്താ? ഈ ചങ്കിന്റെ കുഴി മുതൽ തൊണ്ട വരെയുള്ള ശ്വാസം ഒന്ന് വലിച്ചെടുത്തത് തീരണം, ആ ഗറഗറ ശബ്ദം തീരണം. അതിനു മുമ്പ് മനുഷ്യ, നീ എന്ത് നിർവഹിക്കുന്നുവോ സ്വതക്കയായിട്ട് അത് ഏറ്റവും പ്രതിഫലാർഹമാണ്, പുണ്യകരമാണ്, മഹത്തരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കൊക്കെയും അള്ളാഹു നൽകിയ അവസരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആകാവുന്നതിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയത് ഏറ്റവും പ്രയാസമുള്ള, ആവശ്യമുള്ള, ഉപകാരപ്പെടുന്ന സന്ദർഭത്തിൽ സ്വതക്ക നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും ന്യൂനതയില്ലാതെ കുറ്റമറ്റ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതും അറിഞ്ഞതും അറിയാത്തതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർ, പ്രായാധിക്യമുള്ള ആളുകൾ, ഷാഫിയായ റബ്ബ് രോഗികളായ ആളുകൾക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾ സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം അത്രയും ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന അവരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.